വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ആലുവയിൽ നിന്ന് കോഴിക്കോടിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യേണ്ടി വന്നിരുന്നു. ആ സമയത്ത് എനിക്ക് വളരെ മോശപ്പെട്ട ഒരു അനുഭവം ഉണ്ടായി. ഒരു 65 വയസ്സായൊരു ഒരാള് ആ ചേട്ടൻ എന്നെ മോശമായിട്ട് തൊട്ടു. എനിക്ക് എൻ്റെ മുമ്പിലുണ്ടായിരുന്ന പാസഞ്ചേഴ്സോ അല്ലെങ്കിൽ ഒരാൾ പോലും അപ്പം റിയാക്ട് ചെയ്തിട്ടില്ല. തൊട്ട സമയത്ത് തന്നെ ഞാൻ ആളുടെ കൈ കയറി പിടിച്ചിട്ട് ചോദിച്ചു, എന്താ പ്രശ്നം, എന്താ ചെയ്യുന്നത്, ദൂരേക്ക് മാറി ഇരുന്നൂടെ. ആൾക്ക് അടുത്തുനിന്ന് നീങ്ങിയിരിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പെട്ടെന്നുണ്ടായ പേടി അല്ലെ പുറത്താണ് ഞാൻ അപ്പം റിയാക്ട് ചെയ്തത്. പക്ഷെ എനിക്കാണെങ്കിൽ ആകെ ടെൻഷനായി. കാരണം ആൾ അവിടെ തന്നെ ഇരിക്കുകയാണ്. ഞാൻ ഇനി അങ്ങോട്ട് സേഫ് ആണോ എന്നുള്ളൊരു സാധനം എൻ്റെ മൈൻഡിൽ ഓടിക്കൊണ്ടിരിക്കാം. ആ സമയത്താണ് ഞാൻ ഈ റെയിൽ മദാർ എന്നുള്ള ഒരു ആപ്പിന്റെ പണ്ട് എനിക്കൊരു ഓർമ്മ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. അപ്പോൾ അങ്ങനത്തെ ആപ്പുകൾ എൻ്റെ ഫോണിൽ ഉണ്ടാവലും വളരെ ചുരുക്കമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഡൗൺലോഡൊന്നും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആ ആപ്പ് സ്റ്റോറിൽ കയറി ഡൗൺലോഡ് ചെയ്ത് ഞാൻ അതിൽ കംപ്ലൈന്റ് കൊടുക്കേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ഞാൻ അതിൽ കംപ്ലൈന്റ് കൊടുത്തു. 11:12 ഞാൻ കംപ്ലൈന്റ് കൊടുത്തു. ഇങ്ങനെ ഒരാൾ മിസ്ബിഹേവ് ചെയ്തു എന്നുള്ള രീതിയിൽ ഞാൻ കംപ്ലൈന്റ് കൊടുത്തു. 11:16 എന്നെ അവർ കോൾ ചെയ്തു. ഞാൻ ആ സമയത്ത് കുറ്റിപ്പുറം സ്റ്റേഷനിൽ എത്താറായിട്ടുണ്ടായിരുന്നു. തിരൂരിന്ന് എന്നോട് പറഞ്ഞു, തിരൂർ സ്റ്റേഷനിൽ പോലീസുകാർ കയറും എന്ന് പറഞ്ഞു. തിരൂരിന്ന് പോലീസുകാർ കയറി, സാറുമാർ കയറിയിട്ട് എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. എന്നോട് അവിടെ ഇരുത്തി എന്നോട് എവിടെ ഇറങ്ങുന്നത്. അപ്പം നമ്മൾ കോഴിക്കോടാണ്. ഓക്കെ, എന്നാൽ ശരി, കോഴിക്കോട് വരെ ഞങ്ങളുണ്ട്. കോഴിക്കോട് നമുക്ക് കേസ് ബാക്കി ശരിയാക്കാമെന്ന് എന്നോട് പറഞ്ഞു. അവരെന്റെ കൂടെ കയറി കോഴിക്കോട് വരെ ഉണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ താനിരുന്ന സാറുമാർ കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ കോഴിക്കോട് എത്തുന്നവരെ എനിക്ക് പല നമ്പറിൽ നിന്ന് പല ഓഫീസേഴ്സ് വിളിച്ചുകൊണ്ടേയിരിക്കും. സേഫ് അല്ലേ, പ്രശ്നമല്ലല്ലോ, കൂടെ സാറുമാരില്ലേ, പേടിക്കണ്ട കേട്ടോ, ഒന്നുമില്ല, ഞങ്ങൾ ഇവിടെ ഉണ്ട്, കോഴിക്കോട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും കേട്ടോ എന്ന് പറഞ്ഞ് ഇവരെന്നെ കണ്ടിന്യൂസ് ഇവരെന്നെ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. സ്ഥിരമായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം. അവരോടാണ് ചിലപ്പോൾ ചെറിയൊരു കാര്യമായിരിക്കും ഇങ്ങനെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക എന്നുള്ളത്. പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് മുമ്പത്തെ ആള് റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ മുന്നത്തെ ഒരാള് റിയാക്ട് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും വെയിറ്റ് ചെയ്യണ്ട. ഒരു മനുഷ്യൻ ചിലപ്പോൾ ആ സമയത്ത് റിയാക്ട് ചെയ്തൊന്നും വരില്ല. ട്രെയിനോ ബസ്സോ എന്നല്ല, എവിടെ യാത്ര ചെയ്യുമ്പോഴും നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ റിയാക്ട് ചെയ്യണം. വേറെ ആരും റിയാക്ട് ചെയ്യുമെന്ന് വിചാരിച്ച് കാത്തിരുന്നിട്ട് ഒരു കാര്യമില്ല. ആ സമയത്ത് എന്തോ ഒരു ഭാഗ്യത്തിനാണ് എനിക്ക് ഇങ്ങനെ ഒരു ആപ്പിന്റെ കാര്യം ഓർമ്മ വന്നതും അത് ഡൗൺലോഡ് ചെയ്യാനും അത് കേസ് ഫയൽ ചെയ്യാനൊക്കെ തോന്നിയത്.